2009 ജൂൺ 25. സമയം ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. ലോസ് ആഞ്ചലസിലെ ഒരു ആഡംബര കൊട്ടാരത്തിൽ നിന്ന് ഒരു ഫോൺ കോൾ പുറപ്പെടുന്നു. മറുതലയ്ക്കൽ കേട്ടത് വിറയ്ക്കുന്നൊരു ശബ്ദമായിരുന്നു. അദ്ദേഹം ശ്വസിക്കുന്നില്ല, വേഗം വരും. മിനിറ്റുകൾക്കുള്ളിൽ ഇൻ്റർനെറ്റ് സ്തംഭിച്ചു. ഗൂഗിളും ട്വിറ്ററും ക്രാഷായി. ലോകം മുഴുവൻ ഒരൊറ്റ ചോദ്യത്തിലേക്ക് ചുരുങ്ങി: ഇത് സത്യമാണ്? സംഗീതത്തിൻ്റെ രാജാവ് ഇനിയില്ലേ? പക്ഷേ ആ മരണത്തിന് പിന്നിൽ ലോകം കാണാത്ത ചില നിഴലുകളുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തെപ്പോലെ ആരാധിക്കപ്പെട്ടത്? അതേ മനുഷ്യൻ എങ്ങനെയാണ് തൻ്റെ അവസാന നാളുകളിൽ സ്വന്തം വീട്ടിൽ ഒരു തടവുകാരനെ പോലെ കഴിഞ്ഞത്? ഇന്ന് നമ്മൾ തിരയുന്നത് മൈക്കിൾ ജാക്സൺ എന്ന ഇതിഹാസത്തെയല്ല, ആ ഇതിഹാസത്തിന് പിന്നിൽ ഒളിഞ്ഞിരുന്ന വേദനകളെയാണ്. ഇത് പ്രശസ്തിയുടെ കൊടുമുടിയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു രാജാവിൻ്റെയും അദ്ദേഹത്തെ വേട്ടയാടിയ നിഴലുകളുടെയും കഥയാണ്. ചരിത്രത്തിൽ ചില മനുഷ്യരുണ്ട്. അവർ ജനിക്കുന്നത് ലോകത്തെ മാറ്റാനല്ല, ലോകത്തെ ഭരിക്കാനാണ്. ഈ നിൽക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല, ഭൂമിയിലെ ഗുരുത്വാകർഷണ നിയമങ്ങളെ വെല്ലുവിളിച്ചവൻ. കറുത്ത വർഗക്കാരൻ്റെ സംഗീതത്തിന് ലോകത്തിൻ്റെ ചായക്കൂട്ടുകൾ നൽകിയവൻ. വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത ഒരു മാന്ത്രിക്. ഓഗസ്റ്റ് 29 അമേരിക്കയിലെ ഇൻഡ്യാനയിലുള്ള ഗ്യാരി എന്ന ഒരു ചെറിയ നഗരത്തിലെ ഒരു കൊച്ചു വീട്. വെറും 2 മുറികളുള്ള ആ വീട്ടിൽ 9ാമത്തെ കുഞ്ഞായി മൈക്കിൾ ജോസഫ് ജാക്സൺ ജനിച്ചു. ലോകം മുഴുവൻ കീഴടക്കാൻ പോകുന്ന ആ ശബ്ദം ആദ്യമായി കരഞ്ഞത് ആ 4 ചുവരുകൾക്കുള്ളിലായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് ലഭിച്ചത് പാവകളോ കളിക്കൂട്ടുകാരോ ആയിരുന്നില്ല. പകരം അവൻ്റെ പിതാവായ ജോ ജാക്സന്റെ കയ്യിലെ ബെൽറ്റും കർക്കശമായ നിയമങ്ങളുമായിരുന്നു. മറ്റു കുട്ടികൾ മൈതാനത്ത് കളിക്കുമ്പോൾ മൈക്കിൾ ഒരു സ്റ്റുഡിയോയുടെ ഇരുട്ടിൽ വിയർപ്പൊഴുക്കുകയായിരുന്നു. ഒരു ചെറിയ തെറ്റ് പോലും ആ പിതാവ് ക്ഷമിക്കില്ലായിരുന്നു. 6ാം വയസ്സിൽ തൻ്റെ കളിക്കാലം ഹോമിച്ചുകൊണ്ട് മൈക്കിൾ ജാക്സൺ 5ൻ്റെ മുൻനിരയിൽ വന്നു നിന്നു. അവിടെ അവൻ പാടിയത് സന്തോഷം കൊണ്ടായിരുന്നില്ല, മറിച്ച് തൻ്റെ അച്ഛൻ്റെ ശിക്ഷയെ പേടിച്ചായിരുന്നു. ആ പേടിയാണ് അവനെ ലോകത്തെ ഏറ്റവും മികച്ച പെർഫോമറാക്കി മാറ്റിയത്. വിയർപ്പും കണ്ണീരും കലർന്ന ആ ബാല്യം അവനെ ഒരു പോരാളിയാക്കി. അവൻ വെറുമൊരു ഗായകനായിരുന്നില്ല, ഒരു ഫിനോമിനലായിരുന്നു. ലോകം ജാക്സൺ 5നെ നോക്കി അമ്പരന്നു. പക്ഷേ മൈക്കിളിൻ്റെ ലക്ഷ്യം അതായിരുന്നില്ല. അവന് തൻ്റെ പിതാവിൻ്റെ നിഴലിൽ നിന്ന് പുറത്തു വരണമായിരുന്നു. സ്വന്തമായി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണമായിരുന്നു. 1979 മൈക്കിൾ തൻ്റെ ഒറ്റയ്ക്കുള്ള യാത്ര ആരംഭിച്ചു. ക്വിൻസി ജോൺസ് എന്ന സംഗീത മാന്ത്രികനുമായി ചേർന്ന് അവൻ ഓഫ് ദ വാൾ എന്ന ആൽബം പുറത്തിറക്കി. ലോകം ആ ശബ്ദത്തിൽ മയങ്ങി. പക്ഷേ മൈക്കിൾ തൃപ്തനായിരുന്നില്ല. അവൻ തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: എനിക്ക് ഭൂമിയിലെ ഏറ്റവും വലിയ കലാകാരനാകണം. എൻ്റെ പേര് ചരിത്രം സ്വർണ്ണ ലിപികളാൽ എഴുതണം. ആ ആഗ്രഹം ഒരു വാശിയായിരുന്നു. വിശ്രമമില്ലാത്ത പകലുകൾ, ഉറക്കമില്ലാത്ത രാത്രികൾ. ഒടുവിൽ 1982 ആ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. ത്രില്ലർ പിറന്നു. അവിടെ ഒരു രാജാവിൻ്റെ കിരീടധാരണം നടക്കുകയായിരുന്നു. പട്ടിണിയും പീഡനങ്ങളും നിറഞ്ഞ ഗാരിയിലെ ആ വീട്ടിൽ നിന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്കുള്ള ആ യാത്ര
മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയഗാഥയായിരുന്നു. ത്രില്ലർ എന്ന ആൽബത്തിലൂടെ ലോകം മുഴുവൻ മൈക്കിളിൻ്റെ ചുവടുകൾക്കൊപ്പം നൃത്തം ചെയ്യുമ്പോൾ മൈക്കിൾ മറ്റൊന്നിനെ തിരയുകയായിരുന്നു, അവന് നഷ്ടപ്പെട്ട ബാല്യം. അങ്ങനെയാണ് 1988 കാലിഫോർണിയയിലെ കുന്നിൻ ചെരുവുകളിൽ അദ്ദേഹം ഒരു മായാലോകം പണിതത്, നെവർലാൻഡ് റാഞ്ച്. കുട്ടിക്കാലം ഒരിക്കലും അവസാനിക്കാത്ത പീറ്റർ പാനിൻ്റെ കഥയിലെ ആ മാന്ത്രിക ദ്വീപിൻ്റെ പേര്. പക്ഷേ ആ കൊട്ടാരത്തിൻ്റെ മതിലുകൾ വളരെ ഉയരത്തിലായിരുന്നു. ലോകം ആ മതിലുകൾക്ക് പുറത്തുനിന്ന് മൈക്കിളിനെ നോക്കി സംശയിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്തുകൊണ്ട് കുട്ടികളോടൊപ്പം മാത്രം കളിക്കുന്നു? എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചർമ്മത്തിൻ്റെ നിറം മാറുന്നു? എന്തുകൊണ്ട് അദ്ദേഹം മാസ്ക് ധരിക്കുന്നു? മാധ്യമങ്ങൾ അദ്ദേഹത്തെ വാക്കോ ജാക്കോ എന്ന് വിളിച്ച് പരിഹസിച്ചു. അദ്ദേഹത്തിൻ്റെ വിചിത്രമായ ശീലങ്ങളെക്കുറിച്ച് കഥകൾ മെനഞ്ഞു. ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ നൃത്തത്തെയും പാട്ടിനെയും സ്നേഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തെ അവർ ക്രൂരമായി വിചാരണ ചെയ്യുകയായിരുന്നു. പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ചുള്ള ചർച്ചകൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തെക്കാൾ വലുതായി വളർന്നു. ഒടുവിൽ 1993 ആ മായാലോകത്തേക്ക് നിഴലുകൾ കടന്നു വന്നു. കടുത്ത ആരോപണങ്ങൾ. നെവർലാൻഡ് ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് ഒരു കുറ്റകൃത്യത്തിൻ്റെ സ്ഥലമാണെന്ന് പോലീസ് പറഞ്ഞു. Ask all of you to wait and hear the truth before you label or condemn me. Don't treat me like a criminal, because I am innocent. മൈക്കിൾ നിരപരാധിയാണെന്ന് വാദിച്ചു. പക്ഷേ ലോകത്തിൻ്റെ സംശയം മാറിയില്ല. അദ്ദേഹത്തിന് ഏറ്റവും പേടിയുണ്ടായിരുന്നത് മനുഷ്യരെയല്ല, മറിച്ച് ഒറ്റപ്പെടലിനെയായിരുന്നു. ആ പേടി നെവർലാൻഡിനെ ഒരു തടവറയാക്കി മാറ്റി. തൻ്റെ അവസാന നാളുകളിൽ നെവർലാൻഡിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊരു വീടല്ല, ഇതൊരു കുറ്റകൃത്യത്തിൻ്റെ ഓർമ്മ മാത്രമാണ്. ലോകത്തെ ഏറ്റവും പ്രശസ്തനായ മനുഷ്യൻ തൻ്റെ സ്വന്തം കൊട്ടാരത്തിൽ ഏറ്റവും വലിയ ഏകാന്തത അനുഭവിക്കുകയായിരുന്നു. The world needs a man who's 44, sleeping in a bed with children. No, you're making it all wrong. Well, tell me, help me. Because what's wrong with sharing a love? 2009 ലോകം മുഴുവൻ മൈക്കിളിൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയായിരുന്നു. ദിസ് ഈസ് ഇറ്റ് എന്ന ടൂർ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് എൻ്റെ അവസാനത്തെ പ്രകടനം, തിരശ്ശീല വീഴാൻ പോകുന്നു. പക്ഷേ ആ വാക്കുകൾ ഇത്രത്തോളം സത്യമാകുമെന്ന് ആരും കരുതിയില്ല. That was a mistake. There is no second verse. Sorry about that, you guys. First verse, then right to the bridge. Okay. Let's do it one more time. Sure. Want to go down and come back up? Yeah. ആ ദിവസങ്ങളിൽ മൈക്കിൾ ശാരീരികമായും മാനസികമായും തകർന്നിരുന്നു. രാത്രിയിൽ ഉറങ്ങാൻ അദ്ദേഹം പ്രപ്പഫോൾ എന്ന മരുന്നിനെ ആശ്രയിച്ചു. 2009 ജൂൺ 25 രാവിലെ ആ മരുന്നിൻ്റെ അളവ് ഒരു പരിധി ലംഘിച്ചു. സ്വന്തം കിടപ്പുമുറിയിൽ ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ ആ രാജാവ് പിടഞ്ഞു. Michael Jackson, the king of pop, was taken to the hospital and there were rumors he was apparently administered CPR in the ambulance. ഉച്ചയ്ക്ക് 2:26 ഡോക്ടർമാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു, മൈക്കിൾ ജാക്സൺ ഇനിയില്ല. ആ നിമിഷം ഭൂമിയിലെ സംഗീതം നിലച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ട് ഇൻ്റർനെറ്റ് ലോകം മുഴുവൻ സ്തംഭിച്ചു. എല്ലാവരും വിശ്വസിക്കാൻ പ്രയാസപ്പെട്ടത് ഒന്ന് മാത്രമാണ്, മരണമില്ലാത്തവനെന്ന് കരുതിയവൻ എങ്ങനെ വിടവാങ്ങി. പക്ഷേ മൈക്കിൾ മരിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഇന്നും ഓരോ നർത്തകൻ്റെയും ചുവടുകളിൽ അദ്ദേഹമുണ്ട്. ഓരോ സംഗീത പ്രേമിയുടെയും ഹൃദയമെടുപ്പിൽ അദ്ദേഹമുണ്ട്. രാജാക്കന്മാർക്ക് മരണമില്ല, അവർ മാഞ്ഞു പോകാറുമില്ല, മറിച്ച് ഇതിഹാസങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. കിങ് ഓഫ് പോപ്പ് ഫോർ എവർ.